ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് വാട്സപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡിംഗ് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു കാര്യം നിർബന്ധമായും ചെക്ക് ചെയ്യണം. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറാണോ ബാങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, ആ അക്കൗണ്ടിന് നിങ്ങൾ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലുള്ള വാട്സപ്പിലായിരിക്കണം നമ്മൾ വാട്സപ്പ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ട് വാട്സപ്പ് വേറൊരു നമ്പറിലാവാൻ പാടില്ല. സെയിം നമ്പർ ആയിരിക്കണം നമ്മൾ വാട്സപ്പ് ബാങ്കിങ്ങിന് യൂസ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ കോൺടാക്ട്സിലോ സേവ് ചെയ്യുക. വാട്സപ്പ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഹായ് അയക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമർ ആണോ അല്ലയോ എന്ന്. അപ്പോൾ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു PDF നമുക്ക് സെൻഡ് ചെയ്ത് തരും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പം അത് നമ്മൾ അക്നോളജ് ചെയ്തു എന്നുള്ളത് എസ് കൊടുക്കുക. എസ് കൊടുക്കുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് നമ്പറിൻ്റെ 4 അക്ക നമ്പർ അവിടെ അടിച്ചു കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ എന്താണോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റത്തെ 4 അക്ക നമ്പർ അത് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സക്സസ്ഫുള്ളി വാട്സപ്പ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് വളരെ ഈസിയാണ്. 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വീണ്ടും കാണിക്കും. അതിൽ രജിസ്റ്റേർഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റേർഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു PDF അവിടെ വരും. PDF ഓപ്പൺ ആക്കാനുള്ള പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 5 അക്ക നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ലാസ്റ്റത്തെ ഇയർ ഇപ്പം 1999 ആണെങ്കിൽ 99 എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അതുപോലെ മാസം ഇപ്പോൾ 10, 11, 12 ആണെങ്കിൽ പ്രശ്നമില്ല. ഇനി 9 വരെയുള്ള മാസമാണെങ്കിൽ 09 എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കമൻറ്റിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ.